നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. ഈ അധ്യയന വർഷം മുതൽ 4ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളിലൂടെ യാത്ര തുടങ്ങിയാലോ? 1ാമത്തെ യൂണിറ്റ് ചിറകു വിരിച്ച്. ഇവിടെ മനോഹരമായൊരു ചിത്രം കാണാം അല്ലേ? ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? കുട്ടികളെ കാണാം, മരങ്ങൾ, പുഴ, മലകൾ, വീടുകൾ, പൂച്ചെടികൾ, ബസ്, അങ്ങനെ നിരവധി കാഴ്ചകളുണ്ടല്ലേ? ചിത്രത്തിലെ കുട്ടികൾ എവിടെയാണുള്ളത്? കുട്ടികളിൽ ചിലർ മഴവില്ലിൽ ഊഞ്ഞാലാടുന്നു. പിന്നെ ഒരാൾ അമ്പിളിമാമൻ്റെ മടിയിലിരിക്കുന്നു. മേഘങ്ങളിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നു. എവിടെ നിന്ന് നോക്കുന്ന രീതിയിലാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത്? മുകളിൽ നിന്നും അല്ലേ? മുകളിൽ നിന്നും നോക്കുന്ന രീതിയിലാണ് ചിത്രം ഉള്ളത്. മുകളിൽ നിന്നും കാണുന്ന കാഴ്ചയുടെ എന്തെല്ലാം പ്രത്യേകതകൾ ഈ ചിത്രത്തിൽ കാണാൻ പറ്റും? മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വിശാലമായ ഭാഗം മുഴുവൻ കാണാൻ പറ്റും അല്ലേ? വീടുകളും ബസ്സും ഒക്കെ ചെറുതായിട്ടാണ് കാണുന്നത്. അതുപോലെ പുഴയുടെയും റോഡിൻ്റെയും വലിപ്പവും ചെറുതായിട്ട് കാണുന്നു. മുകളിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ മരങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റും അല്ലേ? മരങ്ങൾ നിറഞ്ഞതിൻ്റെ ആ മേലാപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. താഴെയുള്ള ഭാഗം അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുകയില്ല. അപ്പോൾ ഈ ചിത്രം താഴെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലോ കാഴ്ചകൾ ഇതുപോലെ തന്നെ ആയിരിക്കുമോ? എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും? മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരിക്കും, വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും താഴെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവുക. കണ്ണുകൾക്ക് അടുത്തുള്ളവയെ മാത്രമേ വ്യക്തമായിട്ട് കാണാൻ പറ്റൂ അല്ലേ? മരങ്ങളുടെ ഉയരവും വീടുകളുടെ വലിപ്പവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മുകളിൽ നോക്കുമ്പോൾ ബസ്സും വീടുകളൊക്കെ വെറും കളിപ്പാട്ടങ്ങൾ പോലെയാണ് തോന്നുക അല്ലേ? അതൊക്കെ കൃത്യമായിട്ട് കാണണമെങ്കിൽ താഴെ നിന്നും തന്നെ നോക്കണം. അപ്പോൾ എവിടെ നിന്നുകൊണ്ട് എന്തു കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് യാത്രയിലെ അനുഭവങ്ങൾ രൂപപ്പെടുന്നത്. ഈ ചിറകു വിരിച്ച് എന്ന യൂണിറ്റിൻ്റെ പേരും ഈ ചിത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുട്ടികൾ എവിടെയാണുള്ളത്? ആകാശത്താണല്ലേ? യഥാർത്ഥത്തിൽ കുട്ടികൾ എവിടെയല്ലല്ലോ. കുട്ടികൾക്ക് മേഘത്തിൻ്റെ പുറത്തും മഴവില്ലിൻ്റെ മുകളിലും എത്താനാവുമോ? ശരിയായ രീതിയിൽ എത്താനാവില്ല അല്ലേ? സങ്കല്പത്തിൽ എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ചിറകു വിരിച്ച് പറന്ന് സങ്കല്പയാത്ര നടത്തുകയാണ് കുട്ടികൾ എന്ന് കാണാം. മഴവില്ലും മേഘവും ചന്ദ്രക്കലയും ആകാശവുമൊക്കെ ആ ഒരു ചലനത്തിന് അവർ സഞ്ചരിക്കുന്നതിൻ്റെ സൂചന നൽകുന്നതാണ്. കുട്ടികളുടെ മുഖത്തും പ്രകൃതി ദൃശ്യങ്ങളിലും എന്ത് ഭാവമാണുള്ളത്? സന്തോഷഭാവമാണല്ലേ? യാത്രയുടെ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമാണ് ഉള്ളത്. കുട്ടികളുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷമാണല്ലേ? പുഴയൊക്കെ നോക്കൂ, കുന്നിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടി ചിരിച്ചു കൊണ്ട് ഒഴുകുകയാണ്. മരങ്ങളൊക്കെ പൂത്ത് വിടർന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന ഓരോന്നിനും വളരെയധികം സന്തോഷമുള്ള ഭാവമാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഇതൊരു സങ്കല്പ യാത്രയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റിലെ പാഠങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഈ യൂണിറ്റിൻ്റെ പ്രധാന പ്രമേയം യാത്രയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനം എന്താണെന്ന് നോക്കാം.
ചിറകുള്ള ബസ്. ഇതാണ് നമ്മുടെ ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം. എന്താണ്? പാഠമല്ല, ഇത് പ്രവേശക പ്രവർത്തനമാണ്. ചിറകുള്ള ബസ്. വിനോദയാത്രയുടെ ആഹ്ലാദം പങ്കിടുന്ന ഒരു രചനയാണ് ഇത്. വാതിൽ അവിടെ എഴുതിയത് കണ്ടോ? ചിത്രത്തിന് അടുത്തായിട്ട്, ബസ്സിന് അടുത്തായിട്ട് വാതിൽ എന്ന് എഴുതിയിട്ട് കണ്ടോ? അപ്പോൾ പ്രവേശക പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് വാതിൽ. വിനോദയാത്രയുടെ ആഹ്ലാദം പങ്കിടുന്ന ഒരു ഗദ്യ കവിതയാണ് വാതിലായി കൊടുത്തിരിക്കുന്നത്. ചിറകുള്ള ബസ് എന്നാണ് പാഠത്തിൻ്റെ പേര്. ചിത്രം നോക്കൂ. ബസ്സിന് ചിറകുണ്ടോ? ചിറക് കാണുന്നുണ്ടോ ബസ്സിന്? കവിതയിൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ഒന്നുകൂടി വായിക്കാം. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ചിത്രത്തിൽ എന്താണുള്ളത് നോക്കൂ. നിറയെ കുട്ടികളുള്ളൊരു ബസ് അല്ലേ? നിറയെ കുട്ടികളുമായി വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്സിനെ കുറിച്ചുള്ള ഭാവനാത്മക വിവരണമാണ് ഈ ഒരു കവിത. ജനലുകളിലൂടെ കുഞ്ഞുങ്ങൾ കൈവീശുകയാണ്. ഉറ്റവരോട് യാത്ര ചെയ്യുകയാണ്. ഓരോ മുഖത്തും സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തുന്നു അല്ലേ? ജനലിലൂടെ വീശുന്ന കൈകളെ ചിറകുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ കവിതയിൽ. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ഏതാണ് ചിറക്? കുട്ടികളുടെ കൈകളാണല്ലേ? കുട്ടികളുടെ കൈകളെയാണ് ചിറകുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. സന്തോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും അടയാളമായി ഇതിനെ കാണാം. ബസ്സും അതിലെ യാത്രക്കാരായ കുട്ടികളും അത്യധികമായ സന്തോഷത്തിലാണ്, ഉത്സാഹത്തിലാണ് എന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു. അല്ലാതെ പക്ഷികളെ പോലെ ബസ്സിനും ചിറകുമുളച്ചു എന്നല്ല ഇവിടെ അർത്ഥം അല്ലേ? മറിച്ച് ബസ്സിലുള്ളവരുടെ സന്തോഷവും ആവേശവും അതിന് ചിറകുകൾ ഉള്ളതായി തോന്നിപ്പിക്കുകയാണ്. ഇനി ഈ കവിതയിൽ ബസ്സിന് ചിറകുമുളച്ചു എന്നതുകൊണ്ട് എന്തെല്ലാമാണ്, ഈ കവിതയിലെ ബസ്സിന് ചിറകുമുളച്ചു എന്നതുകൊണ്ട് എന്തെല്ലാം ആണ് അർത്ഥമാക്കുന്നത്? ഒന്ന്, ബസ്സിൻ്റെ വേഗതയെ സൂചിപ്പിക്കാം അല്ലേ? പിന്നെ കുട്ടികളുടെ ഉത്സാഹത്തെ, യാത്രക്കാരുടെ സന്തോഷത്തെയും യാത്രയുടെ രസത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അതുപോലെ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷയെയും ഒക്കെ ആ ചിറകുമുളച്ചു എന്ന പ്രയോഗം സൂചിപ്പിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് കണ്ടോ? ബസ്സിന് ചിറകുമുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക? ബസ്സിൻ്റെ വേഗതയെയും അതിൽ യാത്ര ചെയ്യുന്നവരുടെ ആനന്ദവും ആവേശവും ഒക്കെയാണ് ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ചിറകുമുളച്ചു എന്നത് ശരിക്കും അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. കവിത എഴുതിയ ആളെ പരിചയപ്പെടാം. ചിറകുള്ള ബസ് വിഷ്ണുപ്രസാദ്. ഇതാണ് വിഷ്ണുപ്രസാദ്. വയനാട് ജില്ലയിലെ അമ്പലവയലിൽ ജനിച്ചു. പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. കുളം പ്ലസ് പ്രാന്തത്തി ആദ്യ കവിതാ സമാഹാരമാണ്. ചിറകുള്ള ബസ്,
നട്ടുച്ചകളുടെ പാട്ട് അഥവാ മീൻ പൊരിക്കുന്ന മണം, പൂക്കളുടെ ഭാഷ എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കവിതാ സമാഹാരങ്ങളാണ്. അപ്പോൾ നമ്മുടെ കവിത എഴുതിയ ആളാണ് ഇദ്ദേഹം, വിഷ്ണുപ്രസാദ്. ആ പ്രവർത്തനം. ബസ്സിന് ചിറകുമുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിറകുമുളച്ചു എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ബസ്സിൻ്റെ വേഗതയെയും അതിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ആനന്ദത്തെയും ആവേശത്തെയും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ചിറകുമുളച്ചു എന്നത് ആ പ്രയോഗം കൊണ്ട് കുറച്ചുകൂടി വാക്യങ്ങൾ ഉണ്ടാക്കിയാലോ? ഇതാ: പുതിയ ജോലി ലഭിച്ചപ്പോൾ അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു. പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡ് ലഭിച്ചപ്പോൾ റാണിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ചിറകുമുളച്ചു. ലളിതഗാന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ രാമൻ്റെ കലാപരമായ കഴിവുകൾക്ക് ചിറകുമുളച്ചു. ഇതുപോലെ വാക്യങ്ങൾ ഉണ്ടാക്കാലോ. ഇനി ഈ യൂണിറ്റിലെ 1ാമത്തെ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.